നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണ്ടേ? എന്തൊരു പാർട്ടിയാണിത്? എത്ര ആളുകളാണ് മുഖ്യമന്ത്രിയാവാൻ? ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നതല്ല, പക്ഷേ കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാകാവുന്ന അപജയമാണോ അത്? ഞങ്ങളൊന്നും തമ്മിലൊരു തർക്കമില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത്. പിന്നെ ഷൈല ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഷൈല ടീച്ചർ ഒരു PR ഏജൻസിക്ക് വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയത് കൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇരിക്കേണ്ടിയിരുന്ന അവരിപ്പോൾ ആ ബെഞ്ചിലിരിക്കണം. അതിന് ഞങ്ങളുടെ മീതെ കയറരുത് ദയവ് ചെയ്ത്. ഞാൻ സാർ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ എതിർക്കുന്നു. നമസ്കാരം. നിയമസഭയിൽ കൊണ്ടും കൊടുത്തും മാഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും മട്ടന്നൂർ MLA KK ശൈലജയും. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സംബന്ധിച്ച് നിയമസഭയിൽ നടന്ന പൊതു ചർച്ചയിലാണ് ഇരുവരും പരസ്പരം കൊമ്പുകോർത്തത്. കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്ന ഈ വികസന തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ LDF സർക്കാരിന് വികസന തുടർച്ചയുണ്ടാകുമെന്നുമാണ് KK ശൈലജ പറഞ്ഞത്. ഇനി അഥവാ UDFന് ഭരണം കിട്ടിയാൽ തന്നെ എങ്ങനെ അവർ ഭരിക്കുമെന്നും നിങ്ങൾക്കെല്ലാവർക്കും മുഖ്യമന്ത്രിയാകണ്ടേ എന്നും ശൈലജ പരിഹസിച്ചു. എത്ര ആളുകളാണ് നിങ്ങളുടെ കൂടെ നിന്ന് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നത് എന്നും MLA കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ അപജയമാണ് ഇത് എന്ന് KK ശൈലജ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയാകുക എന്നതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളല്ലേ എന്നും ശൈലജ ചോദിച്ചു. ഒരാൾ പറഞ്ഞത് മുഖ്യമന്ത്രിയാകാൻ ഞാൻ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോഴാണ് മുസ്ലിം ലീഗിന് തോന്നിയത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പമെന്നത്. ഞങ്ങൾ ഇതൊന്നുമല്ല കാണുന്നത് എന്നും ശൈലജ പറഞ്ഞു. ആരുടെ വോട്ട് നേടിയിട്ടാണ് എങ്കിലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം. ഭരണം കിട്ടില്ല എന്നുറപ്പാണ്. അടുത്തതും ഇടതുമുന്നണി സർക്കാർ തന്നെ വരും. കാരണം ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അഥവാ ഭരണം കിട്ടിയാലും എത്ര പേരാണ് മുഖ്യമന്ത്രിയാകാൻ ഇരിക്കുന്നത്? ടീം കനകോല് വന്നിട്ടാണോ 5-6 ആളുകൾക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം കൊടുത്തത്? അത് വലിയ അപകടമാണ്. അപ്പോഴാണ് ലീഗിന് തോന്നിയത് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ എന്താണ് കുഴപ്പമെന്ന്. എന്നാൽ ഇടതുപക്ഷം സംസ്ഥാനത്തിന്റെ വികസനം മുൻനിർത്തി മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്നും ശൈലജ പറഞ്ഞു. ഇതോടെ ശൈലജ ടീച്ചർക്ക് മറുപടിയുമായി VD സതീശനും രംഗത്ത് വന്നു. ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന നിലയ്ക്ക് പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് അതിന് താൻ മറുപടി പറയേണ്ടേ എന്നാണ് VD സതീശൻ ചോദിച്ചത്. കോൺഗ്രസിൽ 5-6 മുഖ്യമന്ത്രിമാരുണ്ട് എന്നും പാർട്ടി നശിച്ചു പോയി എന്നുമാണ് ശൈലജ ടീച്ചർ പറയുന്നത്. എന്നാൽ തങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് VD സതീശൻ മറുപടി നൽകി. ശൈലജ ടീച്ചർക്ക് വലിയ വിഷമമുണ്ടാകും. കാരണം ടീച്ചർ ഒരു PR ഏജൻസിയൊക്കെ വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയത് കൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇരിക്കേണ്ട ടീച്ചർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിന് വെറുതെ ഞങ്ങളുടെ മീതെ കയറരുത് എന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല. കുറച്ച് പുറത്തുള്ള ആളുകളും മീഡിയയും ചേർന്ന് നൽകുന്ന നെറേറ്റീവുകളാണ് ഇവയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണ്ടേ? എന്തൊരു പാർട്ടിയാണിത്? എത്ര ആളുകളാണ് മുഖ്യമന്ത്രിയാവാൻ? ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നതല്ല, പക്ഷേ കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാകാവുന്ന അപജയമാണോ അത്? ഞങ്ങളൊന്നും തമ്മിലൊരു തർക്കമില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത്. പിന്നെ ഷൈല ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഷൈല ടീച്ചർ ഒരു PR ഏജൻസിക്ക് വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയത് കൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇരിക്കേണ്ടിയിരുന്ന അവരിപ്പോൾ ആ ബെഞ്ചിലിരിക്കണം. അതിന് ഞങ്ങളുടെ മീതെ കയറരുത് ദയവ് ചെയ്ത്. ഞാൻ സാർ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ എതിർക്കുന്നു.